ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇത്രയും കാലമായിട്ട് നമ്മൾ എന്തെല്ലാം ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകണം. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്, നമ്മൾ ഇത്രയും കാലം വാങ്ങിയിട്ടുള്ള പല സംഭവങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഓരോ സംഭവം ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അല്ല, സബ്സ്ക്രൈബ് ചെയ്തോ? എന്താണ് എത്ര വട്ടം പറയണം, വേഗം സബ്സ്ക്രൈബ് ചെയ്തോട്. അപ്പോൾ ഞാൻ എന്താണ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ സംഭവമാണ് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് കാണിക്കാനൊന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽസാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ആയിരുന്നു അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് വെച്ചാൽ സാംസങ് ഗാലക്സി ഏതോ ഒരു സെറ്റാണ്, സാംസങ് ഗാലക്സി 2 അങ്ങനത്തെ ഉള്ള സെറ്റാണ്. പക്ഷെ ഒരു 3 വർഷത്തോളം ആയിട്ടോ ഈ ഫോൺ. ഇത് കേടന്നിട്ടുണ്ട്, ജസ്റ്റ് ഡിസ്പ്ലേ കാര്യമൊക്കെ അടിച്ചു പോയിട്ട് എല്ലാം പോയി. പിന്നെ അടുത്തതാണ് വേറെ ഒരു ഫോൺ, സാംസങ്ങിൻ്റെ തന്നെ ഒരു ചെറിയ സെറ്റാണ്. ഇതിലായിരുന്നു നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റിൽ ഇതായിരുന്നു, പിന്നെ അതിനുശേഷം ഇത് കിടന്നപ്പോൾ ഇതിലോട്ട് മാറി. ഇത് എന്താണെന്ന് അറിയില്ല, ഇവിടെ ഇവിടെ കിടക്കുന്ന ഫോണാണ്, അതെടുത്ത് വന്നതാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് മൊബൈലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് സാധനങ്ങളായിരുന്നു അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് അടുത്തതാണ് 2 ടാബ്ലറ്റ്സ് കേട്ടോ, 2 ടാബുകളാണ്. ഫസ്റ്റത്തെ എന്താ വെച്ചാൽ വ്രിട്ടക്സ് എന്നുള്ളൊരു കമ്പനിയുടെ ആണ്, കുറേ കാലം മുന്നേ വഴക്കുള്ള ടാബാട്ടോ. ഇത് സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനത്തെ പറ്റുന്നില്ല, ജസ്റ്റ് ഗെയിമും കാര്യങ്ങളും കളിക്കാനും ജസ്റ്റ് മൂവീസും കാര്യമൊക്കെ കാണാനായിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ടാബ് ഇതിപ്പോഴും വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തതാണ്, ഇത് കറക്റ്റ്ലി അമ്മതല്ല, ബ്രദറിൻ്റെ എന്താ പറയുക ഫ്രണ്ടിൻ്റെ കേട്ടോ. സാധനം സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 ടാബും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് കേട്ടോ. സംഭവത്തിന് ബോക്സൊക്കെ ഉണ്ടായിരുന്നു, ബോക്സൊക്കെ ഞാൻ എന്തൊക്കെ സംഭവമായിട്ട് ഒഴിവാക്കിയെടുത്തു. അത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ ചാർജർ ഉണ്ട്, കുറേ കാലം മുന്നേ വാങ്ങിച്ചതാണ്. ചാർജർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാർജറല്ല, സോറി, വയറാണ്, ചാർജറായിട്ട് കണക്ട് ചെയ്യാനുള്ള വയർ. പിന്നെ എന്താ ഈ സംഭവം എന്താണെന്ന് ജസ്റ്റ് ഇപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നതിന് ആർക്കെങ്കിലൊക്കെ ആയിട്ട് ഇതെന്താ സംഭവം ജസ്റ്റ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടോ. സാധനം ഉണ്ട്, ഇതിലുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് എന്നാണ്. പിന്നെ അതിനൊപ്പം തന്നെ 2 OTG കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് കേട്ടോ. സംഭവം നല്ല സെറ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നത് എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോഴേ ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. സംഭവം സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. സാധാരണ എന്താ പറയുക, ഇതേപോലെ നമുക്ക് നീട്ടി വലിച്ചെടുക്കാണ്ട് പറ്റും കേട്ടോ. ഇത്രത്തോളം ഏകദേശം ഇത്ര വലുപ്പം കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഇത് സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനുള്ള സംഭവം കേട്ടോ. ജസ്റ്റ് ഇതിലോട്ട് തന്നെ ആയിട്ട് നമ്മൾ എന്താ പറയുക മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കണ്ടാണ്. അതായത് വീഡിയോ ഓൺ ആക്കാൻ സ്വിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാണ്ട് പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് വെച്ചാണ് ട്രൈപോഡ് പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ കാണിച്ചു തരാം. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നീളത്തിലാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിഭാഗം കണ്ടോ, ഇതേപോലെ തുറക്കാനായിട്ട് പറ്റും. അത് തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കാം. എന്നിട്ട് ഇതിന് മുന്നിൽ നിന്ന് കണ്ടേ ഹലോ ഗായ്സ് ഇതാണോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ സംഭവം കാണിച്ചെന്ന പോലെ തന്നെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു ബുക്കാണ്, സാധാരണ ഉള്ള പോലെ തന്നെ ഷോട്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്താ ഇതിനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കണ്ടന്റ് നമ്മൾ ഇതിലോട്ട് എഴുതി വെക്കാറുണ്ട്. പിന്നെ അതെല്ലാം ഒരു പ്ലാൻ ചെയ്യൂലേ, ആ പ്ലാനിങ് ഒക്കെ ഫുള്ള് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ അകത്താണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് silmoney.com എന്നുള്ളൊരു കമ്പനിയാണ്. ഇവർ കറലി US ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നത് മലപ്പുറം മഞ്ചേരി എന്ന് പറയാം, അവിടെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെ ഓഫീസ് ഞങ്ങൾക്ക് ഉള്ളതാണ്, അവിടെയാണ്, മഞ്ചേരിയിലാണ് ഉള്ളത്. അപ്പോൾ അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സെസ എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് കിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലാണ് നമ്മൾ എല്ലാ സംഭവം നോട്ട് ചെയ്ത് വെക്കാറും എല്ലാം ഇതിനകത്ത് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ അറിയാമോ, ടു ഡു ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്ന സംഭവമാണ്. ഇതിൽ എഴുതി വെക്കാട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോ സംഭവം എഴുതി വെക്കുന്ന ബുക്കാണ് ഈ ബുക്ക് പറഞ്ഞാൽ. പിന്നെ ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം ഒക്കെ മൈക്കും കാര്യം നമ്മുടെ കയ്യിലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു മൈക്കാണ് ഇത്. 2 മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ല, ഒരു മൈക്ക് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതായിരുന്നു. പക്ഷേ മറ്റേ മൈക്ക് പറഞ്ഞാൽ ഒരാൾ നമുക്ക് സ്പോൺസർ ചെയ്തായിരുന്നു കേട്ടോ. അതിനൊപ്പം തന്നെ ഗ്രീൻ സ്ക്രീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് പ്രൊമോഷൻ്റെ ആക്കായിട്ട് സ്പോൺസർ ചെയ്യില്ല, പ്രൊമോഷൻ്റെ ആക്കായിട്ട് തന്നായിരുന്നല്ലോ. അപ്പോൾ ഇത് ബോയ എന്നുള്ളൊരു കമ്പനിയുടെ നല്ലൊരു മൈക്കായിരുന്നു. പക്ഷേ ഇതിന് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ പറ്റിയാണ് കേട് വന്ന് പോയി കേട്ടോ. ഇതിൻ്റെ ഒരു വയറൊക്കെ വിട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ നല്ലൊരു മൈക്കാണ്, നല്ലൊരു അടിപൊളി ക്വാളിറ്റി കാര്യങ്ങളുള്ള ഓഡിയോ ക്വാളിറ്റി അടിപൊളിയായിരുന്നു ഇതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു മൈക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. സാധനം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏകദേശം 2 വർഷമായി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇത് ഇനി ഹൈറ്റ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ചെറിയൊരു ലോക്ക് ചെയ്യുന്നതിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചാടും. എന്നാലും അത്യാവശ്യം നിൽക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കണ്ടോ. നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ സംഭവമാണ് കേട്ടോ. നിൽക്കാനുള്ളൊരു വഴിയാണ് ഈ വഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എത്തിക്കാണ്ട് കൊണ്ടുവരാം. ഇവിടെ എടുത്തുകൊണ്ട് ഇത് ഇങ്ങനെ ഉയരത്തിലോട്ട് കൊണ്ടുവെക്കാം കേട്ടോ. ഇത് ഉയർത്തി കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ സാധനം കണ്ടോ, ഇതിൻ്റെ അടിയിലോട്ടായിട്ട് ഈ സാധനങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരിക്കലും ചാടിപ്പോവില്ല. ഇങ്ങനെ ഉണ്ടായിട്ട് സെറ്റല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രൈപോഡും ഉണ്ട് കണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ട്രൈപോഡാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ PC ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ലാപ്ടോപ്പാണോ. അപ്പോൾ ഒരു Acerൻ്റെ ലാപ്ടോപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഇതിന് മുന്നേ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടേതല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഫ്രണ്ട് മീൻസ് ഒരു ഫ്രണ്ട് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് ചെറിയ ആവശ്യത്തിന് തന്നായിരുന്നു. അതിനുശേഷം ഞാൻ പുതിയ ലാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ കയ്യിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ലാപ്പ് കാണിച്ചത്. അതിനിപ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ഏതാണെന്നൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ലാപ്പ് ബാക്കിൽ തന്നെ ഉണ്ട്, എല്ലാം സെറ്റാണ് ഇവിടെ തന്നെ. നമ്മൾ ഇവിടെ നിന്നാണ് എഡിറ്റിംഗ് അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ ചെയറുണ്ട്, സെറ്റ് ഉണ്ട്. പിന്നെ ഇതെന്താ വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്താണ് ബാക്കിൽ വലിയൊരു ചാർട്ട് പേപ്പർ തൂക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ടുഡു ആണ്. ടുഡു മീൻസ് അതായത് നമ്മൾ ഓരോ ദിവസത്തിൽ എന്തെല്ലാം കാര്യം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ദിവസമാണ്, ഇതിങ്ങനെ ഓരോ ദിവസത്തിലാണ്. അപ്പോൾ ഇത് ഏകദേശം ജനുവരി 21 തുടങ്ങി. ഈ മാസം 2024 ജനുവരി 21 തൊട്ട് തുടങ്ങിയതാണ്. ഏകദേശം മാർച്ച് 15 ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഇവിടെ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു ചലഞ്ച് പുറകെ നമ്മൾ പോകുന്നുണ്ട്. ചലഞ്ച് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ ചലഞ്ച് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതി വെക്കുന്നതാണ്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. അന്നുള്ള ദിവസത്തിലുള്ള ഓരോ സംഭവം കാര്യങ്ങൾ എഴുതി വെക്കും. പിന്നെ ഇവിടെ മറ്റൊരു സംഭവമുണ്ട്, ഇതെന്താ മനസ്സിലായോ? ഇത് ഫസ്റ്റത്താണ് കംഫർട്ട് സോണ്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ത്രില്ലടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കേട്ടോ. ഇതാണ് ഈ ക്യാമറ സൂം വന്നത്. ഇത് കംഫർട്ട് സോണ്, പിന്നെ അടുത്ത ഫിയർ സോൺ ആയിരിക്കും, പിന്നെ ലേൺ സോൺ ആയിരിക്കും, പിന്നെ വിന്നർ സോൺ ആയിരിക്കും. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. ഇവിടെയും കുറച്ച് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ടുണ്ടാവും കേട്ടോ. ഓരോ ദിവസത്തെ പ്ലാനിങ്ങും എല്ലാം ഇതിൻ്റെ ഇവിടെ വെച്ചാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തന്നു. പിന്നെ ഇവിടെ നമ്മൾ PC കാണിക്കുക ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ടുഡു. പിന്നെ അങ്ങനെ ഓരോന്നായിട്ടാണ്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് നമ്മളുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഇവിടെ കുറച്ച് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇവിടെ കുറച്ച് നമ്മൾ എഴുതിച്ചിട്ടുണ്ട്, ഫിൽ ദ ഗ്യാപ്പ്. അതൊക്കെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ കോഡ്സ് ഇങ്ങനെ എഴുതിക്കുന്നതാണ്. പെയിൻ ഈസ് എ ഇൻവേറ്റബിൾ, സഫറിങ് ഈസ് എ ചോയ്സ് കണ്ടോ. അങ്ങനെ ഓരോന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ എഴുതിക്കുന്ന സംഭവമാണ് അതൊക്കെ. പിന്നെ ഇതാണ് നമ്മളെ സോഫ്റ്റ്വെയർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോ മീൻസ് അതായത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി സെറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അത് പറയാൻ മറന്നുപോയി. ക്യാപ് കട്ട് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര് കേട്ടോ. നല്ല അടിപൊളി ഫീച്ചേഴ്സ് കണക്കുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സെറ്റ് സാധനമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ഷൻസ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു പീസ് ഇതാട്ടോ. കുറച്ച് നമ്മളൊക്കെയായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു സോഫ്റ്റ്വെയർ ഇട്ടാണ്ടായിരിക്കും. ക്യാപ് കട്ട് എന്നാണ് പേര്. അപ്പോൾ നല്ലൊരു അടിപൊളി സാധനമാണ്. നല്ല നല്ല എഫക്ട്സും നല്ല നല്ല ഇത് നൽകുന്നുണ്ട്. എനിക്ക് ഞാൻ ആദ്യം അത്രയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇതിനെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിനെ ഞാൻ ചെയ്യാന്നുള്ളതിൽ ചെയ്യായിരുന്നു. നല്ല അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ നമ്മൾ തുടങ്ങിയ സമയത്ത് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ ആയിരുന്നു കേട്ടോ. അന്നിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാപ് കട്ടല്ല, ക്യാപ് കട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കൈൻ മാസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ തുടങ്ങിയ സമയത്തൊക്കെ. പിന്നെ വേറെ എന്താ ഇപ്പോൾ VN, യൂകട്ട് അത്തരത്തിൽ കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത് ഈ സോഫ്റ്റ്വെയർ ആണ്. ഒന്നുകൂടെ ക്യാപ് കട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ ആയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്താണ് അങ്ങനെ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ജസ്റ്റ് കാണിച്ചിട്ടാണുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു ക്യാപ്പ് ഉണ്ട്, ജസ്റ്റ് നമ്മൾ ചില വീഡിയോയിലൊക്കെ ആയിട്ട് ക്യാപ്പ് കാണിച്ചു തരാറുണ്ട്. പിന്നെ എന്താ, പിന്നെ നമ്മളൊരു കുറച്ച് മുന്നേ ആയിട്ടൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വയർലെസ് ഹെഡ്സെറ്റാണ്. തുറക്കുന്നില്ല, എന്തായാലും സാധനം ഇതിനകത്തുണ്ട്. തുറന്ന ഒക്കെ അതിനകത്ത് നോക്കണ്ടേ സീനാണ്. അപ്പോൾ അങ്ങനെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എന്താ, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലാബറട്ടറി അവിടെ ഉണ്ട് കേട്ടോ. 100K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമുക്ക് ലാബറട്ടറി കിട്ടി. അവിടെ ഉണ്ട്.
പിന്നെ നമുക്ക് 12K സബ്സ്ക്രൈബർ അല്ല 12K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമുക്ക് ഒരാളെ അയച്ചാൽ നല്ല സംഭവം കേട്ടോ. സബ്സ്ക്രൈബർ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കി വെച്ച് നമുക്ക് അയച്ചുള്ള സംഭവമായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് വെച്ചതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിൽമണിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്താ പറയുക ഹാക്കത്തോൺ നടന്നായിരുന്നു. ഹാക്കത്തോണാണ് മെയിൻലി നമ്മുടെ എന്താ പറയുക സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ചെയ്യുന്ന ബിസിനസ് ഒരുപാട് യങ്ങായിട്ടുള്ള എൻ്റർപ്രൈനേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യാനും ഒരു എന്താ പറയുക ഒരു ഹാക്കത്തോണാണ്, മെയിൻലി ഹാക്കത്തോണായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഒരു സർട്ടിഫിക്കറ്റാണ്. ഞാൻ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെന്താ ഇതെന്താ മനസ്സിലായോ, ഇതാണ് ഗൂഗിൾ ആഡ്സെൻസ്. ഞാൻ ഉള്ളതൊന്നും കാണിക്കുന്നില്ല കാരണം അഡ്രസ്സാണോ, ഞാനതിൽ എനിക്ക് അല്ല പണി ചിലപ്പോൾ അഡ്രസ്സ് അയച്ചു തരും, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഗൂഗിൾ ആഡ്സെൻസ് എന്ന് ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു ലെറ്ററാണ്. ജസ്റ്റ് ഒരു പിൻ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും നമുക്ക് ഈ ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്ത സമയത്ത്. അപ്പോൾ അതിൻ്റെ സംഭവമായിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവം കാണിച്ചിടാം. ഇതാണ് ഇതായിരുന്നു സംഭവം. ഗൂഗിളിൽ നമുക്ക് അയച്ചിരുന്ന സംഭവമാണ്. യൂട്യൂബ് ചാനലൊക്കെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് 4.5 മണിക്കൂർ വാച്ച് ടൈം കംപ്ലീറ്റ് ആയാൽ യൂട്യൂബ് അല്ല ഗൂഗിൾ ആഡ്സെൻസ് ഗൂഗിളുകാർ നിങ്ങൾക്ക് അയച്ചിരുന്ന സംഭവം കേട്ടോ. എനിക്ക് താല്പര്യമുണ്ട് ഈ ചാനലൊക്കെ തുടങ്ങി എന്തായാലും സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പിന്നെ മറ്റൊരു സംഭവമുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ബ്ലാക്ക് കട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രൈസ് വെച്ചാൽ ഏകദേശം ഒരു 500-600 ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള വെച്ചാൽ ബെഡിൻ്റെ താഴെ വെച്ചാൽ ഇതാണ് ബെഡ്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഒരു കർട്ടനാണിത്. കർട്ടൺ മീൻസ് അതായത് ഒരു ബ്ലാക്ക് സ്ക്രീൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആ സംഭവം ജസ്റ്റ് ഇപ്പോൾ ബെഡിൻ്റെ അടിയിലിട്ടൊക്കെയാണ്. പിന്നെന്താ വേറെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ അവിടെ അത് അങ്ങനെ ഓരോ സംഭവമുണ്ട്. പിന്നെ NSS വോളണ്ടിയർ ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ ഒക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തരം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാൽ ഇത്ര തന്നെ ഉള്ളായിരുന്നു. ചെറിയൊരു ഇത് കിട്ടിയെന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ജസ്റ്റ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 വർഷം മുന്നേ 2 വർഷം 1 വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് നമ്മൾ ഒന്നുകൂടെ സെറ്റായിട്ട് വന്നിട്ട് നിന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അന്ന് നമ്മൾ ഈ സിസ്റ്റം ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.